2023 മെയ് മാസത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വംശീയ കലാപത്തിന് ശേഷം കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളുടെയും പൊതുജനങ്ങളുടെയും അതൃപ്തിയും നേരിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. 2 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ സന്ദർശനം സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഒരു പുതിയ ഊർജം നൽകുമെന്നുള്ളതാണ് ബിജെപിയുടെ പ്രതീക്ഷ. മെയ്തേയ്, കുക്കി, സോ സമുദായങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം സംസ്ഥാനത്തെ സാമൂഹിക ഘടനയെ തകർക്കുകയും 100 കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാനും 10,000 ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടാനും കാരണമായിരുന്നു. ഈ സാഹചര്യത്തിൽ സെപ്റ്റംബർ 2ാം വാരത്തിൽ നടക്കുന്ന മോദിയുടെ മണിപ്പൂർ സന്ദർശനം സംസ്ഥാനത്ത് സുരക്ഷയും സാധാരണ നിലയും പുനഃസ്ഥാപിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മിസോറാമിൽ ഒരു പുതിയ റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പരിപാടികൾക്ക് ശേഷമായിരിക്കും പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തുന്നത്. ഹ്രസ്വമായ ഈ സന്ദർശനത്തിന് അദ്ദേഹം മെയ്തേയ്, കുക്കി ആധിപത്യമുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഈ സന്ദർശനം മണിപ്പൂരിലെ ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം വളർത്തുകയും സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഒരു പുതിയ അധ്യായം കുറിക്കുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് രാജ്യം. മിസോറാമിൽ ഒരു പുതിയ റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ആസൂത്രണം ചെയ്യുന്നത്. സെപ്റ്റംബർ 13-നാണ് മിസോറാം പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതേ ദിവസങ്ങളിലായിരിക്കും മണിപ്പൂർ യാത്രയുമുള്ളത്. ഈ സന്ദർശനം സ്ഥിരീകരിക്കപ്പെട്ടാൽ ഏകദേശം 4 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങളായ മെയ്തേയ്, കുക്കി ആധിപത്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചിരിക്കും. കൂടാതെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്താനും സാധ്യത ഏറെയാണ്. കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തത് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നടത്തുന്ന സന്ദർശനം വലിയ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുക തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ഏറെക്കുറെ ശാന്തമായി തുടരുകയാണ് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിക്കുകയും അക്രമ സംഭവങ്ങൾ കുറയുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടച്ചിട്ടിരുന്ന സ്കൂളുകളും മാർക്കറ്റുകളും വീണ്ടും തുറക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ വീടുകളിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് സമാധാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള സംരംഭങ്ങളും സമൂഹ സംഭാഷണങ്ങളും സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. 2023 മെയ് 3-ന് തുടങ്ങിയ ഈ വംശീയ കലാപം കാരണം 250-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 60,000-ലധികം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കലാപം നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതിനെ തുടർന്ന് 2024 ഫെബ്രുവരി 13-ന് സംസ്ഥാനം 6 മാസത്തേക്ക് രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായി. ഓഗസ്റ്റ് 5-ന് ഇത് വീണ്ടും നീട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ഈ സന്ദർശനം എത്രത്തോളം ഫലപ്രദമാകുമെന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന തുടർ നടപടികളെ ആശ്രയിച്ചിട്ടായിരിക്കും. വെറും 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സന്ദർശനം മാത്രം മതിയാകില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനും നഷ്ടപ്പെട്ട സമാധാനം തിരികെ കൊണ്ടുവരാനും ഈ യാത്രയ്ക്ക് ശേഷം സമഗ്രവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതുമായുള്ള നയങ്ങൾ രൂപീകരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം.